മാന്ത്രിക താലി. രചന പിയാനോ. അവതരണം അഷിക. കീപ് വിത്ത് യുവർ ഡിസിഷൻ മിസ്റ്റർ കൈകാശി രാവണൻ എന്നും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ട്രോളി ഉരുട്ടി അവൾ മുറിവിട്ടിറങ്ങി പാസേജിലേക്ക് വന്നതും അച്ചു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത് പെട്ടെന്നായതുകൊണ്ട് ഹൃദ്ര ട്രോളിയുമായി പുറത്തേക്ക് ആഞ്ഞു. അച്ചോളെ വീഴാതെ താങ്ങി കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തുകൊണ്ട് ചോദിച്ചു, നീ ഓക്കെയാണോ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി അവനെ കെട്ടിപ്പിടിച്ചു. അച്ചു അവളുടെ മുഖം തൻ്റെ നെഞ്ചിന്ന് ഉയർത്തി വിരുന്നെറ്റിയിലായി അമർത്തി ചുംബിച്ചു. ഉടനെ തന്നെ പുറകിൽ ഹൃദയ ആരോ തള്ളി മാറ്റി അവൾ ഭിത്തിയിലെ കൈകുത്തു നിന്ന് പെട്ടെന്ന് തന്നെ അച്ചു അവളെ ചേർത്ത് പിടിച്ചു നേരെ നോക്കിയതും കവിതയും വീട്ടിലെല്ലാവരും. ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? നായില്ലല്ലോ. ഹനിയന്റെ സ്ഥാനത്ത് കാണേണ്ടവർ വെച്ചോണ്ടിരിക്കുക. ഹൃദയ ഞെട്ടി എല്ലാവരെയും നോക്കി. അവരുടെ മുഖത്ത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഉടനെ തന്നെ കവിത ഫോൺ എടുത്ത് അതിന്ന് അച്ചു ഹൃദയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്ന സീനെടുത്ത്, ഇത് മരിച്ചുപോയ ശാരദേച്ചി അന്ന് എനിക്കെടുത്ത് അയച്ചു തന്നതാ. അവർ കുൽക്കടവി വന്നപ്പോൾ കണ്ട കാഴ്ച. അന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും പറയും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ രണ്ടിന്റെ തനി നിറം. കവിത അച്ചുവിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു. ഉടനെ തന്നെ നിനക്ക് ഞാൻ ഡിവോഴ്സ് തരും. നിന്നെ പോലൊരു പെണ്ണുപിടിയിൽ എനിക്ക് വേണ്ടടാ. അച്ചു ദേഷ്യത്തിൽ അവളുടെ കൈ പിടിവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കവിത, നീ എന്തായി പറയുന്നത്? അവൾ അവന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് പറഞ്ഞു. അമ്മ ഒന്നും പറയണ്ട. നിങ്ങളുടെ കുഞ്ഞാറമ്മോട് തനി നിറവാണിത്. ഏട്ടത്തീവായിട്ട് അവിഹിതം അങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് വേണ്ട. എല്ലാവരും കവിതയോട് സംസാരിക്കുന്നുണ്ട്. അവൾ ആര് പറയുന്നത് അംഗീകരിക്കുന്നില്ല. ഉടനെ ഹൃദ്ര പറഞ്ഞു, നിർത്ത്. ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എന്നെ സ്നേഹിക്കുന്നവർക്കറിയാം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞ് അവൾ ഒരു നിമിഷം പോലും ഇനി അവിടെ തുടരുത് എന്ന് മനസ്സിൽ തീരുമാനമെടുത്തു. ട്രോളിയുമെടുത്ത് അവൾ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് കാല് വെച്ചതും അവളുടെ കയ്യിൽ ഒരു കൈ ചേർന്നു. ഹൃദയ തിരിഞ്ഞു. അപ്പോഴേക്കും പുറകിൽ നിന്ന് ദേവി അലറി, ആരവ്, ഇവളുടെ കൂടെ നീ പോയാ എന്റെ മകൻ മരിച്ചു ഞാൻ വിശ്വസിക്കും. അവൻ തിരിഞ്ഞു നോക്കി എല്ലാവരോടും കൂടി പറഞ്ഞു, പണ്ടും ഈ വാക്കുകൾക്ക് പുറത്താണ് ഞാൻ പലതും വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇത്തവണ എനിക്ക് സ്വന്തമായതും കൊണ്ടാണ് ഞാൻ ഈ ആചാര്യയുടെ പടി കിടക്കുന്നത്. അച്ചു ട്രോളി ഡിക്കിയിൽ വെച്ച് ഡ്രൈവർ സീറ്റിൽ കയറി. നീ നോക്കി നിൽക്കാതെ കയറി. അവൾ ആചാര്യയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. വലത് കാല് വെച്ച് കയറിയ മുതലുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. അവളൊന്ന് കണ്ണുകൾ അടച്ചു നിന്നു. ശേഷം കണ്ണു തുറന്നു എല്ലാവരെയും ഒന്നുകൂടി നോക്കി ബാൽക്കണിയിലേക്ക് പതിയെ നോട്ടമിട്ടു. ഡോർ തുറന്ന് ഡോർ അടച്ചതും അച്ചു വണ്ടി എടുത്തു. ഇതേ സമയം കാശി പൂൾ സൈഡിൽ നിന്നും അവരുടെ വണ്ടി പോകുന്നത് നോക്കി നിന്നു. അതേ സെക്കൻഡ് തന്നെ അവൻ്റെ ഫോൺ അടിച്ചു. വംശി അവനോട് സംസാരിച്ചു. കാശി റൂം വിട്ട് ഹാളിലേക്ക് വന്ന് പറഞ്ഞു. എല്ലാവരോടും ഉണ്ടായിരുന്നു. ദേവി അച്ചു പോയ ദേഷ്യത്തിൽ കാറും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു. ഓക്കെ, ഫൈനലി മിഷൻ ആർ കംപ്ലീറ്റഡ്. ഇന്ന് തന്നെ നമ്മൾ മുംബൈയിലേക്ക് പോകും. നൈറ്റ് ഫ്ലൈറ്റ്. മുത്തശ്ശൻ അവനോട് ചോദിച്ചു, കാശി ഇതെല്ലാം നമ്മുടെ പ്ലാനായിരുന്നെന്ന് അച്ഛനോട് കൂടി പറയേണ്ടതായിരുന്നു. അവൻ തിരിച്ചു വന്ന മുംബൈയിലെ അഡ്രസ്സ് അറിയില്ലല്ലോ. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരും നിർബന്ധപൂർവ്വം നിങ്ങൾ ആരെയും മിഷനിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. സ്വയമേ വന്നതാ നിങ്ങൾ എല്ലാവരും. മാറി. അപ്പൊ ചെറിയമ്മ പറഞ്ഞു. എല്ലാവരും നടന്നു. കാശി ഭാവവ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ നിന്നു എല്ലാവരെയും കണ്ട്. ഹാൻ ചോദിച്ചു, അതെ മാരി ഇവിടെ? എത്ര ദിവസമായി എന്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട്. കൊളക്കമ്പിലാണോ? അത് പാടത്തു പോയോ? ആരും ഒന്നും മിണ്ടിയില്ല. നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ നോക്കുന്നേ? കാശിയേട്ടാ അവൾ റൂമിലാണോ? ഞാനൊന്ന് റൂമിലേക്ക് പോവുകയാണേ. ആദ്യമായിട്ടാണ് അവൾ എത്ര ദിവസം കാണാതിരിക്കുന്നത്. അവൾ മുന്നോട്ട് നടന്നതും കാശി പറഞ്ഞു, ഹാൻമരിയ എനിക്കൊന്ന് സംസാരിക്കണം. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. അത് മാറി. ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹാൻഡ് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലത്. എനിക്കൊന്നും. അവൾ വംശിയെ നോക്കി. അവളെ നോക്കുന്നില്ല. കാശി പറഞ്ഞു തുടങ്ങി. ഹാൻമരിയ, എൻ്റെ ഹൃദയകുമാരുടെ വെഡിങ് നടന്നത് ഞങ്ങളുടെ മിഷന്റെ ഭാഗമായിട്ടാണ്. യെസ്, വി ആർ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഫ്രം മുംബൈ. ഈ കാര്യം ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കേസാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. അതിന്റെ മുഖ്യ കണ്ണികളാണ് ഹൃദയകുമാരിയുടെ പാരൻസ് പ്രസന്നൻ ആൻഡ് രാജി.
രണ്ടുപേരും നൊട്ടോറിയൽ ക്രിമിനൽസ് ആണ്. ഒരുപക്ഷെ മറ്റുള്ളവരെല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറം ഒരാളുടെ വലം കൈയാണ് ഇവർ രണ്ടുപേരും. അവരെ പിടിക്കാനായി ഒരുപാട് നാളായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു. കൃത്യമായ എവിഡൻസ് ഇല്ലാത്ത കാരണം അവരുടെ തന്മയത്വമുള്ള ആറ്റിറ്റ്യൂഡിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയാണ് അവർ ചെയ്തത്. അവരെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹൃദയകുമാരിയെ വിവാഹം കഴിച്ചത്. ഒരുപക്ഷെ ഒരു ഫേക്ക് കല്യാണം നടത്താമായിരുന്നു. പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ലായിരുന്നു. അതിലൂടെയാണ് ഹാനിലേക്ക് വംശി എത്തിയത്. അവർക്കെതിരെ എവിഡൻസ് നേടണമെങ്കിൽ ഹൃദയകുമാരി വേണം. അവളുടെ പാരൻസ് ഹൃദയകുമാരി അറിയാതെ അവളുടെ പേരിൽ ഇല്ലീഗൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവളും അവരുടെ ഭാഗത്താണെന്ന്. അവളെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഷീസ് ജെനുവിൻ. ഹൃദയകുമാരിയുടെ സത്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവളുടെ പാരൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാടിന് മുങ്ങി. പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവൾ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യം വന്നു. കാരണം അവൾ നൽകുന്ന കാശ് കൊണ്ടാണ് മിക്ക ഇല്ലീഗൽ ആക്ടിവിറ്റീസും അവർ നടത്തുന്നത്. തെളിവുകൾ അവൾക്കെതിരെയുമാണ്. റിമാൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അവൾ ഇന്നസെന്റ് ആണെന്ന് തെളിവ് കോടതിയിൽ തെളിഞ്ഞ ഒരു പ്രശ്നമില്ല. എന്തായാലും അവളെ നമ്മുടെ കസ്റ്റഡിയിലെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് നേരെ ഒരു വധഭീഷണി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹൃദയകുമാരി ഇവിടെ നിന്ന് മാറ്റി നിർത്തണം. അവൾ ഈ വീടുമായി എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് അവർ തെറ്റിദ്ധരിക്കണം. അതിനു വേണ്ടി കൂടിയാണ് വൈകി എന്നെയും ഹോട്ടലിൽ നിന്ന് പിടിച്ചെന്ന് ഫേക്ക് ന്യൂസ് ഇവിടെ സ്പ്രെഡ് ചെയ്യിച്ചത്. ഉടനെ വൈകി അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ കരുതും പോലെ ഏട്ടായി തട്ടിയെടുക്കാൻ വന്ന ഒരാളല്ല. എൻ്റെ ചെറിയമ്മ അങ്ങനെ പലതും പറയും. ഒരിക്കലും ഉണ്ട ചോറ് ഞാൻ നന്ദിയേട് കാണിക്കില്ല. ആൻഡ് വൺ മോർ തിങ്, ഐ ആം ലെസ്ബിയൻ. ദേവി ആൻറ്റിക്കും അച്ചുചേട്ടനും അപ്പിച്ചിക്കൊഴുകെ എല്ലാവർക്കും എൻ്റെ അസ്തിത്വം അറിയാം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അവൾ കാശിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഏട്ടായി ഈ അവസരത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ളത് പറയാതിരുന്ന അത് നിങ്ങളോട് ചെയ്യുന്ന ചതിയായിരിക്കും. എല്ലാവരും വൈകി ഉറ്റുനോക്കി. അത് അന്ന് ലണ്ടനിൽ വെച്ച് എൻ്റെ പ്രണയത്തെ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരുമല്ലായിരുന്നു, ഹൃദയകുമാരിയാണ്. കാശി വൈകിയുടെ പേരലർ വിളിച്ചു, വൈകലക്ഷ്മി. അതെ, സത്യമാണ്. ഏട്ടായിക്ക് മാരേജ്, ഫാമിലി ഒന്നും താല്പര്യമില്ലല്ലോ. കേസിന് വേണ്ടി അവളെ കല്യാണം കഴിച്ചു. എല്ലാ എവിഡൻസും കിട്ടി. ഇന്ന് ഹൃദ്ര ഏട്ടായിയോട് പറഞ്ഞത് ഞാൻ കേട്ടു. അതിന്ന് മനസ്സിലാക്കാം അവൾ അവസാനം വരെ ഏട്ടന്റെ സ്വഭാവം മാറുമെന്ന് കരുതി. ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുപോലും മനസ്സിലാക്കാതെ അവളെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോ ഹൃദ്ര ഏട്ടനെ സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. അവളെല്ലാ പ്രശ്നവും സോൾവ് ആക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രണയം അവളോട് പറയും. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിക്കും, ആരെതിർത്താലും എന്നും പറഞ്ഞ് വൈകി മുറിയിലേക്ക് പോയി. എല്ലാവരും വൈകിയുടെ വാക്കുകളിൽ കിടുങ്ങി നിൽക്കുകയാണ്. കാശി ദേഷ്യത്തി പുറത്തേക്കും പോയി. അവൻ്റെ കൂടെ വംശി ഓടിയും. ഉടനെ ഞാൻ ദേഷ്യത്തിൽ അലറി, എനിക്കൊന്നും അറിയണ്ട, എൻ്റെ മാരി ഇപ്പൊ എവിടെയാ? ഉടനെ കവിത പറഞ്ഞു, ഞാൻ തന്നെ പറയാം. കാശി പറഞ്ഞത് ഏകദേശം മനസ്സിലായല്ലോ. അതായത് അവളെ കെട്ടിയത് ഈ കേസിന്റെ ഭാഗമായിട്ടാണ്. അപ്പച്ചി, പിന്നെ ഇവിടെ ഇല്ലാത്ത എൻ്റെ അമ്മായിയമ്മ, പിന്നെ എൻ്റെ കെട്ടിയോ, ഇവർ 3 പേർക്ക് ഒഴികെ ഞങ്ങൾ ഈ കേസിന് വേണ്ടി സഹായിച്ചവരാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നിൽക്കുന്ന ആചാര്യയിൽ ഞങ്ങൾ വെക്കേഷന് വേണ്ടി മാത്രം വരുന്നത്. ഞങ്ങൾ എല്ലാവരും സെറ്റിലായിരിക്കുന്നത് മുംബൈയിലാണ്. മുത്തശ്ശൻ ഇന്റലിജൻസ് വിഭാഗത്തിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. മുത്തശ്ശി ഒരു ഡാൻസ് ടീച്ചർ, ചെറിയമ്മ പ്രൊഫസർ, ബാക്കി 2 അച്ഛന്മാർ. അതിലൊരാൾ റെയിൽവേയിലും മറ്റൊരാൾ ബിസിനസ്സുമാണ്. ഞാനും ഇവരുടെ ടീമിലും. ഞാൻ മാത്രമല്ല, വൈഗ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. വൈഗയുടെ പാസ്റ്റ് എല്ലാം സത്യമാണ്. പിന്നെ പ്രസന്നനും രാജിക്ക് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇത്ര നാളും താമസിച്ചതും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. ഓരോരുത്തരും സ്വന്തം പ്രൊഫഷനിൽ നിന്ന് ബ്രേക്ക് കൊടുത്തു. ഹൃദയകുമാരി അവരുടെ ടീമിലാണെന്ന് കരുതിയിട്ടാണ് കാശി അവന്റെ ലൈഫ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ബട്ട് അവൾ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കി. അവളുടെ പേരിലുള്ള കേസ് അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞ അവൾക്ക് രക്ഷപ്പെടാം. പിന്നെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സത്യസന്ധമായുള്ള റിപ്പോർട്ടായിരിക്കും അവൾക്കെതിരെ നൽകുന്നത്. ഇതിപ്പോൾ എൻ്റെ പ്രൊഫഷണൽ കാര്യമായതുകൊണ്ട് ഈ ഒരു ബെനിഫിറ്റ് എൻ്റെ പ്രൊഫഷനോട് ഞാൻ 100% ഡെഡിക്കേറ്റഡാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള വിദ്വേഷം ഞാൻ കാണിക്കില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. ഹൃദ്ര ആരോ എന്നെ ചീറ്റ് ചെയ്തു. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ 2 പേരോട് ഇറങ്ങി. ഒരുപാട് ദൂരമൊന്നും പോകാൻ കഴിയില്ല. അതിനു മുമ്പ് ഞങ്ങളുടെ ടീമുകളെ കസ്റ്റഡിയിലെടുക്കും. എന്താ? ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. അവൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ.
നീ അവളുടെ ആത്മാർത്ഥ സുഹൃത്താണല്ലോ. അവൾ എല്ലാ കാര്യം അറിയുന്ന ആളല്ലേ നീ. ആരവനോട് എന്തിനാ അവൾ ഇത്ര അടുപ്പം കാണിക്കുന്നത്? ഇവിടെ വന്ന ദിവസങ്ങളിൽ നേരിട്ട് കണ്ടാൽ പോലും അധികം മിണ്ടാത്തവർ. പിന്നീട് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു. ഇപ്പൊ സ്വന്തം അമ്മയെ പോലും എതിർത്ത് അവളുടെ കൂടെ പോകുന്നു. ഇതൊക്കെ കണ്ട ആർക്കാ മനസ്സിലാവാത്തത്? നീ പറ. നീ അവളുടെ വലിയ കൂട്ടുകാരിയല്ലേ? നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ടാ അവളോട് അവൾ ഇത്ര അടുക്കുന്നതെന്ന്? അവളൊന്നും മിണ്ടാതെ നിന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അവര് രണ്ടുപേരും എന്നെ ചീറ്റ് ചെയ്തു. ഞാനെല്ലാം കേട്ട് തളർന്ന സോഫയിലായിരുന്നു. അവളുടെ നാവിൽ നിന്ന് എന്റെ മാരി അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം ഒരു വിട്ടുകൊണ്ടിരുന്നു. ഇതേ സമയം കാശി ജീപ്പ് സ്പീഡിൽ ഓടിക്കുകയാണ്. കാശി, നീ ജീപ്പിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ പോയാ നമ്മൾ രണ്ടുപേരും മേലോട്ടെടുക്കും. അവൻ ആക്സിലേറ്ററിൽ അമർത്തി. എടാ ഒന്ന് പയ്യെ, ഏട്ടത്തിന്റെ അടുത്തേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ നിന്റെ അനിയൻ ആ അച്ചു അവൾ അടിച്ചോണ്ട് പോകും. പെട്ടെന്ന് തന്നെ കാശി വണ്ടി ചവിട്ടി നിർത്തി. അമ്മച്ചി, ഓ സീറ്റ് വണ്ടി ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ ഇത്ര ടെമ്പറാവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ ഉദ്ദേശിച്ചു നടന്നില്ലേ? പിന്നെ വൈകിയുടെ കാര്യത്തിൽ ചെറിയൊരു ടെസ്റ്റ് വന്നു. ഏട്ടത്തിൽ നമ്മുടെ ടീംസ് ഫോളോ ചെയ്ത് കസ്റ്റഡിയിലെടുത്തുന്ന ഇൻഫർമേഷനും വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഒരിക്കലും എനിക്ക് അവളെ കൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല. ഇതേ സമയം സ്ട്രക്ചറിൽ മുഖത്ത് രക്തം പടർന്നൊലിച്ച് ആ ചവളയും കൊണ്ട് സ്ട്രക്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അവന്റെ നെറ്റ് പൊട്ടി ചോര ഒലിച്ചു. ഉടനെ കാശിക്കൊരു കോൾ വന്നു. കൈകാശി രാവണൻ സ്പീക്കിംഗ്. അവന്റെ ഹൃദയമിടിപ്പ് കൂടി, കണ്ണു ചുവന്നു. അവൻ ഒരു നിമിഷം ചലനമില്ലാതെ കാറിലിരുന്നു. അവന്റെ ഇരിപ്പ് കണ്ട് വംശി അവനെ തട്ടി വിളിച്ചു. എന്താടാ, എന്താ പറ്റിയേ? ആരാ വിളിച്ചത്? ആരവിന്റെ കാർ ആക്സിഡന്റ് ആയി. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ തലയിൽ കൂടി വണ്ടി കയറി ഇറങ്ങി. പെട്ടെന്ന് തന്നെ കാശി വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. തുടരും.